MC വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിയായ തീരുമാനങ്ങളാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. തീരുമാനങ്ങൾ തെറ്റുമ്പോൾ എല്ലാ മേഖലകളിലും അതിൻ്റെ പ്രതിഫലനമുണ്ടാകും. BJP സർക്കാരിനെ സംബന്ധിച്ച് പൊതുവായ ഈ ഒരു പ്രസ്താവന ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. BJP വളരെ പെട്ടെന്നാണ് ഈ രാജ്യത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളർന്നത്. അത് കൃത്യസമയത്ത് എടുത്ത ശരിയായ ഏതാനും തീരുമാനങ്ങളുടെ ഫലമായിട്ടായിരുന്നു. അധികാരത്തിലെത്തി തുടർഭരണം കിട്ടി, സ്വാഭാവികമായിട്ടും അധികാരം ദുഷിപ്പിക്കും എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു സൂക്തം തന്നെ ലോകത്തിന് സമ്മാനിച്ചത് ബ്രിട്ടീഷ് ചിന്തകനായിരുന്ന ആക്ഷൻ പ്രഭുവാണ്. അദ്ദേഹം പറഞ്ഞു, പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകൃതമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഏകാധിപതിയോ സ്വേച്ഛാധിപതിയോ ഒക്കെയായി മാറും. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ BJPയിൽ കാണുന്നത് എന്നാണ് പൊതുവായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം. പ്രധാനമന്ത്രി മോദിയെ മുൻനിർത്തിയാണ് ഈ പ്രസ്ഥാനം വളർന്നത്. 2 തവണ 14-ലും 19-ലും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയതും മോഡിയുടെ താരപ്രഭ കൊണ്ട് മാത്രമാണ്. പ്രധാനമന്ത്രിയുടെ മോഡി അല്പം കുറഞ്ഞോ എന്ന് പ്രതിപക്ഷവും സാധാരണ ജനാധിപത്യ വിശ്വാസികളുമൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല, സൂര്യനെ പോലെ ശോഭിച്ചു നിൽക്കുകയാണ് എന്നൊക്കെ വാഴ്ത്തി പുകഴ്ത്താൻ ദേശീയ മാധ്യമങ്ങളെല്ലാം ഉണ്ട്. ആ മാധ്യമങ്ങളെയാണ് ഗോദി മീഡിയ എന്ന പരിഹാസ പേരിൽ ഇന്ന് പലരും വിളിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. എപ്പോഴും മോദി സ്തുതികൾ മാത്രം ഏകപക്ഷീയമായും പക്ഷപാതപരമായും അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളാണവ. അതെല്ലാം കോർപ്പറേറ്റ് മാധ്യമങ്ങളുമാണ്. അത് പാർട്ടിക്ക് ഓശാന പാടുന്ന മാധ്യമങ്ങളാണ്. അത് ഹിന്ദിയിൽ വാർത്തകൾ അവതരിപ്പിക്കുന്നു, ഇംഗ്ലീഷിൽ വാർത്തകൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരിലേക്ക് എത്തുന്ന വാർത്താ ചാനലുകളാണ് ടൈംസ് നൗ, സി ന്യൂസ്, ഭാരത് TV, റിപ്പബ്ലിക് ഭാരത്, റിപ്പബ്ലിക് TV, ABP ന്യൂസ്, ആജ് തക്ക്, ഇന്ത്യ ടുഡേ. ഇങ്ങനെയുള്ള മാധ്യമങ്ങളെല്ലാം പ്രധാനമന്ത്രി അവതാര പുരുഷനോ ദൈവമോ ഒക്കെയാക്കി ചിത്രീകരിക്കുകയാണ്. രാഷ്ട്രീയ സാക്ഷരത കുറഞ്ഞവരും പൊതുവെ വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഒക്കെ പിന്നിൽ നിൽക്കുന്നവരുമായിട്ടുള്ള ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം പാവപ്പെട്ട ജനങ്ങളും ഇതൊക്കെ ഒരു പരിധിവരെ ശരിയാണെന്ന് വിശ്വസിച്ച് പോരുകയായിരുന്നു. സമീപകാലത്താണ് ഇതിൽ പൊള്ളത്തരമുണ്ട്, ഇതൊക്കെ ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാണ് എന്ന് പ്രതിപക്ഷം ശക്തമായിട്ട് അവതരിപ്പിച്ചു തുടങ്ങിയത്. ജനമത് മനസ്സിലാക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ചെറിയ ഒരു കാര്യമായിട്ട് ജനാധിപത്യ വിശ്വാസികൾ കാണുന്നില്ല. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് കോടതി വിധി അനുസരിച്ചാണ് രാമക്ഷേത്രം പണിതത്.
അതുകൊണ്ട് ഒരാക്ഷേപവും അതേക്കുറിച്ച് ആർക്കും പറയാൻ അവകാശമില്ല. സ്വന്തം നിലയിലാണ് സർക്കാർ അത് പണിയുന്നെങ്കിൽ ആ പ്രവൃത്തി തെറ്റാണ്. കോടതി പറഞ്ഞതുകൊണ്ട് ചെയ്തു, യാതൊരു കുഴപ്പവുമില്ല. അവർക്ക് കിട്ടേണ്ട നീതി കിട്ടി എന്നേ ശത്രുക്കൾ പോലും അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ഇതൊരു മതേതര രാജ്യമായിരിക്കെ പ്രധാനമന്ത്രി തന്നെ അവിടെ പൂജാരിയായി എന്നുള്ളതിൽ വലിയ പ്രശ്നങ്ങൾ കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെയുണ്ട്. ഈ രാജ്യം ഒരു സെക്യുലർ സ്റ്റേറ്റ്, അതായത് മതേതര രാജ്യമായിരിക്കെ, മതേതര രാജ്യമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തെയും മതത്തെയും കൂട്ടിക്കലർത്താൻ പാടില്ല. യാതൊരു വിവേചനയും ഒരു പൗരന്റെ നേർക്കും മതത്തിൻ്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിഷ്ഠയുണ്ടായിരിക്കെ പ്രധാനമന്ത്രി സന്യാസിയും പൂജാരിയും ഒക്കെയായി ഈ പ്രതിഷ്ഠയിൽ പങ്കുചേർന്നു എന്നുള്ളത് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല എന്ന് ഉറക്കെ പറയേണ്ടത് ആവശ്യമാണ്. ബി.ജെ.പിയുടെ തെറ്റായ മറ്റൊരു സമീപനമായിട്ട് എല്ലാവരും എടുത്തു കാണിക്കുന്നത് ഇന്ത്യ സഖ്യത്തെയും അതിൻ്റെ നേതൃനിരയിൽ വരുന്ന രാഹുൽ ഗാന്ധിയെയും വളരെ നിസ്സാരമായി കാണുകയും പരിഹസിക്കുകയും ഇത് കടലാസ സംഘടനയാണ് എന്ന് തള്ളിപ്പറഞ്ഞ് അതിനെ ഗൗരവമായിട്ടെടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യം ശക്തി പ്രാപിച്ചിരിക്കുന്നുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നെഹ്റു കുടുംബത്തോടുള്ള വൈരാഗ്യം കൊണ്ട് രാഹുൽ ഗാന്ധിയെ വെറും പയ്യനായി ചിത്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പോലും അപമാനിക്കാൻ തയ്യാറായ ആ ഒരു നടപടി ശരിയായിരുന്നില്ല എന്ന് പാർട്ടിക്ക് ഉള്ളിലുള്ളവർ പോലും ഇന്ന് വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ 2 വർഷത്തേക്ക് പുറത്താക്കിയത്. അതിനൊരു മറുവശം പറയുന്നവരുമുണ്ട്. ബി.ജെ.പി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ വന്നാൽ തങ്ങൾക്ക് തലവേദനയുണ്ടാകും. അതുകൊണ്ടാണ് തിടുക്കത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയത്. പക്ഷേ അത് തിരിച്ചടിയായി. കോടതി അദ്ദേഹത്തെ അകത്ത് കയറ്റി. അതുകൊണ്ടാണത് തെറ്റായിട്ടുള്ള ഒരു തീരുമാനവും തിടുക്കത്തിലുള്ള നടപടിയുമായിരുന്നു എന്ന് പറയുന്നത്. മറ്റൊന്ന്, പണമുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ കുതിരക്കച്ചവടം നടത്തുന്നു എന്നുള്ളതാണ്. എം.എൽ.എമാരെ കാലുവാരാൻ പ്രേരിപ്പിക്കുന്നു, കോടിക്കണക്കിന് പണം കൊടുത്ത് കൂറുമാറ്റത്തിന് പ്രേരിപ്പിക്കുന്നു, അധികാരത്തിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കുന്നു, അസ്ഥിരപ്പെടുത്തുന്നു, അവരെ ചേർത്ത് ബി.ജെ.പി സർക്കാരുണ്ടാക്കുന്നു. ഇതൊക്കെ തൽക്കാലത്തേക്ക് വിജയിക്കുന്ന തന്ത്രങ്ങളാണെങ്കിലും തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് കാലം തെളിയിക്കുന്നു എന്നുള്ളതാണ് ശരി. മറ്റൊരു കാര്യമായിരുന്നു ഈ പൗരത്വ ഭേദഗതി നിയമം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നടപ്പിലാക്കി എന്നുള്ളത്. അത് സമുദായ സ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കി. ബി.ജെ.പിയുടെ ചിന്ത ഏറ്റവും കൂടുതൽ ഹൈന്ദവരാണ് ഈ രാജ്യത്തുള്ളത്, അതുകൊണ്ട് ഹൈന്ദവരുടെ ഏകീകരണം ഇതുവഴി സാധ്യമാകുമെന്നാണ്. പക്ഷേ എല്ലാ ഹൈന്ദവരും ബി.ജെ.പിക്കാരല്ല. ബി.ജെ.പിക്കാരായ ഹൈന്ദവരെല്ലാവരും ആർ.എസ്.എസ് മനസ്സുള്ളവരല്ല. ഇവിടെ
എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നതിൽ എതിർപ്പുള്ളവരല്ല, അവർ സഹിഷ്ണുതയുള്ളവരാണ്, മതസൗഹാർദ്ദം നല്ലതാണെന്ന് ചിന്തിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഈ രാജ്യത്ത് ധാരാളം ഉണ്ടായിരിക്കെ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ സമൂഹങ്ങളെ തമ്മിൽ അകറ്റേണ്ടിയിരുന്നോ എന്ന് അവർ രഹസ്യമായിട്ടാണെങ്കിലും തമ്മിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വരുൺ ഗാന്ധിയെ പോലെയുള്ള BJP ചാവേറായിരുന്ന അദ്ദേഹം അങ്ങനെയുള്ളവർക്ക് സീറ്റ് നിഷേധിച്ചത്. സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് എല്ലാവരും കരുതുന്നത്. വരുൺ ഗാന്ധിയുടെ അമ്മയ്ക്ക് വളരെ വൈകിയാണ് മനസ്സില്ലാ മനസ്സോടെ സീറ്റ് നൽകിയത്. അതൊക്കെ തെറ്റായ തീരുമാനങ്ങളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അധികാര തുടർച്ച വന്നപ്പോഴേക്കും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടുത്തെ മുഖ്യമന്ത്രിമാർ അവരെ ചെറിയ നേതാക്കന്മാരായിട്ട് കാണുന്നത് ശരിയല്ല. അവരിൽ ചിലർ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഉടുപ്പ് തയ്പ്പിച്ചിരിക്കുന്നവരാണ്. അവരെ പക്ഷേ പരിഗണിക്കാതെ കേന്ദ്രത്തിലെ ഒരു ചെറിയ സമ്മർദ്ദ ഗ്രൂപ്പുണ്ട്, അവരുടെ തീരുമാനപ്രകാരം സ്ഥാനാർത്ഥികളെയൊക്കെ സംസ്ഥാനങ്ങളിൽ കെട്ടിയിറക്കുന്ന ആ രീതി ശരിയല്ല എന്ന് ചിന്തിക്കുന്ന സംസ്ഥാന നേതാക്കന്മാരും ധാരാളമുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ളത് കൊണ്ടാണ് തെറ്റായ തീരുമാനങ്ങൾ പരാജയത്തിലേക്ക് ചിലപ്പോൾ എത്തിച്ചെന്ന് വരാം എന്ന് നമ്മൾ ചിന്തിക്കുക. ശരിയായ തീരുമാനമാണ് വിജയത്തിന് ആധാരം. തെറ്റായ തീരുമാനം അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും നാശത്തിലേക്ക് ഉള്ള കുറുക്കുവഴിയായി മാറും.